സ്നേഹമുള്ളവരെ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോയുടെ വെളിച്ചത്തിലാണ്. മറ്റൊന്നുമല്ല, ഞാനിങ്ങനെ ഫേസ്ബുക്കിലൂടെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ട ഒരു വീഡിയോ എന്നെ വളരെ ആകർഷിച്ച ഒരു വീഡിയോ ആണ്. കാരണം ഒരു കാർ റേസിംഗ് പിറ്റിൽ ഒരു കാർ പൂർണ്ണമായി കത്തി നശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സ് പോലും കരയുന്ന ഒരു രംഗമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത്രമാത്രം അതിശയം തോന്നാൻ എന്താണ് കാരണമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. പക്ഷേ മറ്റൊന്നുമല്ല, അവിടെ കാണുന്ന ഒരു രംഗം ദുഃഖകരമായൊരു രംഗമാണ്. പക്ഷേ അതെന്നെ ഒത്തിരിയേറെ ആകർഷിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ അവിടെ കണ്ട ചില കാര്യങ്ങളാണ്. അത് മറ്റൊന്നുമല്ല, ഈ കാർ റേസിംഗ് അപകടം നടക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സ് എല്ലാവരും ഓർത്തുപോയിരുന്ന കാര്യം ആ വ്യക്തി അവിടെ കത്തി അമർന്നു എന്നാണ്. കാരണം അതുപോലെയാണ് ആ കാർ കത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഈ കാർ റേസിങ്ങിലൊക്കെ കാണാവുന്നതാണ്. ഒത്തിരിയേറെ അപകടങ്ങൾ നടക്കും. കാരണം അത്രമാത്രം സ്പീഡിലാണ് അവർ യാത്ര ചെയ്യുക. പക്ഷേ ആ യാത്രയുടെ ഇടയിൽ നടന്ന അപകടത്തിൽ ആ കാർ പൂർണ്ണമായി കത്തി നശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സ് എല്ലാം കണ്ണുപൊത്തി ആ കാഴ്ച കാണാൻ സാധിക്കാതെ എല്ലാവരും കരയുകയാണ്. അവരുടെ മുമ്പിൽ പ്രതീക്ഷയുടെ ഒരു നാമ്പ് പോലും ഇല്ലായിരുന്നു എന്ന് അവരുടെ ആ കണ്ണുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. കാരണം അതുപോലെ വേദനിച്ച് അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തി തങ്ങൾക്ക് നഷ്ടമായി എന്ന ഒരു പൂർണ്ണമായ ബോധ്യത്തിൽ അവരിന്ന് കരയുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുക. പക്ഷേ അത്ഭുതമെന്ന് കാണട്ടെ, ഒരു വണ്ടി അടുത്തേക്ക് പോകുന്നു. അവർ തീ അണയ്ക്കാനുള്ള പരിശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നവർ പോലും പ്രതീക്ഷിച്ചില്ല അതിൻ്റെ ഉള്ളിലുള്ള വ്യക്തി ജീവനോടെ ഉണ്ടെന്ന്. പക്ഷേ ആ നിമിഷം ആ വ്യക്തി ആ കാറിൽ നിന്നും ആ തീയുടെ ഇടയിലൂടെ നടന്നു വരുന്ന ഒരു രംഗം സത്യം പറഞ്ഞാൽ ഒരു സിനിമ കണ്ട് നീക്കുന്ന പോലെയാണ്. കാരണം ഒരു കോരിത്തിരിപ്പ് നമ്മുടെ ശരീരത്തിൽ കടന്നു പോകും. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും ആ വ്യക്തി മരിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു അവസരത്തിൽ ആ വ്യക്തി ജീവനോടെ പുറത്തു വരുന്ന ഒരു കാഴ്ച. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 4-ാം തിരുവചനം വളരെ വ്യക്തമായി പറയുന്നു, മരണത്തിൻ്റെ നേൾവീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അല്ലേ? ആ ഒരു ബോധ്യം നമുക്കവിടെ സ്വീകരിക്കാൻ സാധിക്കണം. കാരണം നമ്മൾ എല്ലാ ദിവസവും നടന്നു പോകുമ്പോൾ അത് മരണത്തിൻ്റെ നേൾവീണ ഒരു താഴ്വരയിലൂടെയാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങൾ സംഭവിക്കാം. ഒരു യാത്രയിൽ ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് പോലും അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. സ്വന്തം കാറിൽ സഞ്ചരിക്കുന്നവർക്ക് മാത്രമല്ല, മറ്റു വണ്ടികളിലൂടെ യാത്ര ചെയ്യുന്നവർക്കും കാൽനട യാത്രക്കാർക്കും വളരെ ശ്രദ്ധിച്ച് കാൽനട യാത്രയായിട്ട് പോകുന്നവർക്ക് പോലും അപകടം സംഭവിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മഴ പെയ്യുന്ന ഈ ഒരു സമയത്ത് സ്പീഡ് നിയന്ത്രിക്കാൻ സാധിക്കാതെ പലരും അപകടത്തിൽപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്ന കാഴ്ചകളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണ്? എത്ര കരുതലോടെ നമ്മൾ നടന്നാലും നമുക്ക് വരാനൊരിക്കലും വഴി തങ്ങില്ല, അത് വരിക തന്നെ ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് പോവുക. ഏത് നിമിഷം വേണമെങ്കിലും കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും. ഏത് നിമിഷം വേണമെങ്കിലും ഒരു അത്ഭുതത്തിൻ്റെ വക്താവായിട്ട് നിങ്ങളും മാറും. ഇവിടെ ആ ഒരു വ്യക്തി മറ്റുള്ളവർ വലിയൊരു സാക്ഷിയായിട്ട് മാറുകയാണ്. കാരണം കൂടെയുള്ളവർ പോലും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ ദൈവത്തിൻ്റെ ഒരു കരുതൽ ആ വ്യക്തിയോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതുപോലെ തീ പിടിച്ച കാറിൽ നിന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ അദ്ദേഹം വളരെ സ്റ്റൈലായിട്ട് ഇറങ്ങി വരുന്ന കാഴ്ച. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കാരണം ഒരു സിനിമ കാണുന്ന പ്രതീതി നമുക്കത് കിട്ടും. കാരണം ഒട്ടും പ്രതീക്ഷയില്ലാത്ത നിമിഷങ്ങളിൽ ആ വ്യക്തി ജീവനോടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ദൈവം എങ്ങനെയാണ് ഓരോ വ്യക്തിയും പരിപാലിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ അപകടത്തെക്കുറിച്ച് മാത്രമാണല്ലോ അച്ഛൻ പറഞ്ഞത് എന്ന് പറയുമ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ ഇടയിലും ദൈവത്തിൻ്റെ കരുതലുണ്ട്, ദൈവത്തിൻ്റെ കാരുണ്യമുണ്ട്. ദൈവം നിങ്ങളെ കൂടെ പിടിക്കുന്നവനാണ്, നിങ്ങൾ ചേർത്ത് പിടിക്കുന്നവൻ, എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പൊരുതുന്നവനാണ്. അപ്പോൾ ആ ദൈവത്തിനറിയാം എന്താണ് നിനക്ക് ആവശ്യമുള്ളതെന്ന്. ആ ദൈവത്തിനറിയാം നിന്നെ എങ്ങനെ പരിപാലിക്കണമെന്ന്. ആ ദൈവത്തിനറിയാം നിന്നെ എങ്ങനെ വഴി നടത്തണമെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ പരിശ്രമിക്കുക. അപ്പോൾ തീർച്ചയായും നിൻ്റെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ കൊണ്ട് നിറയ്ക്കും. അതിലൂടെ നീ മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയും ചെയ്യും. തീർച്ചയായും അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിട്ടുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ കാരണം അവർ പോലും പ്രതീക്ഷിക്കാത്ത നിമിഷമാണ് ദൈവം അത്ഭുതം പ്രവർത്തിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഒരു അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ അത്ഭുതം മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രചോദനമായിട്ട് മാറട്ടെ. അതിനുവേണ്ടി ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുന്നു.